ഹലോ, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാനുള്ളത് പറ്റിയില്ല. എൻ്റെ പനി മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് പനി തുടങ്ങി, പിന്നെ കൊച്ചിൻ്റെ ജലദോഷം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പനിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് തല നനച്ച് കുളിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായി. രാസ്നദിപ്പൊടി ഞാൻ സ്ഥിരമായിട്ട് ഇടുവേ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത. അമ്മ അപ്പോൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ശീലമാണ്. പിന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ മോയ്സ്ചറൈസർ എനിക്കൊരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. സാധാരണ ഞാൻ മോയ്സ്ചറൈസറൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ എന്തോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഗൾഫ് പ്രൊഡക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡി ആവുകയാണ്. എനിക്ക് വീട്ടിലിരിക്കുവാണെങ്കിലും എനിക്കിങ്ങനെ റെഡി ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ, പക്ഷേ ഇത്ര ദിവസം ചമയാൻ പറ്റിയില്ല. കാരണം പനിയൊക്കെ ആയതുകൊണ്ട് കട്ടിലിൽ കിടപ്പും പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്യും കട്ടിലിൽ കിടപ്പൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. കൊച്ചിനെ രാവിലെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ചോറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒപ്പം റെഡി ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുക്കളയിൽ വേറെ പണിയൊന്നും ഉണ്ടായില്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് തക്കാളി ചോറാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും തക്കാളി ചോറ്. ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒപ്പം സാലഡ്സും പപ്പടവും മുട്ടയൊക്കെ വെച്ച് കുറച്ച് ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡായിട്ട് ഞാൻ നേരെ പോകുന്നത് ടി വിയുടെ ഫ്രണ്ടിലേക്കാണ്. സിനിമയൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സിനിമയൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ വേറെ വൈബല്ലേ. പിന്നെ ചേട്ടായി ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ചേട്ടായി ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം എൻ്റെ കൂടെ ടി വി ഒക്കെ കണ്ടിട്ട് ചേട്ടായിട്ട് സ്കൂളുണ്ടെന്ന സമയത്ത് ചേട്ടായി പോയി. വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു ഉച്ചയുറക്കം പതിവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ഉറങ്ങാൻ പോകണ. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.